വീടിന് മുറ്റമില്ലെങ്കിലും കൃഷി എന്ന തന്റെ സ്വപ്നം കൊച്ചു മട്ടുപ്പാവിൽ വിളയിച്ചിരിക്കുകയാണ് ഇടക്കൊച്ചി സ്വദേശിയായ ഡോണൽ. 65-കാരന്റെ മട്ടുപ്പാവിൽ പച്ച ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട്സ്, വെള്ള ഞാവൽപ്പഴം തുടങ്ങിയവയ്ക്ക് പുറമെ നിരവധി പച്ചക്കറികളും കൃഷിയായിട്ടുണ്ട്. അപ്പൊ എത്ര വർഷമായി നമ്മൾ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? കൃഷി 8 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പയ്യെ അങ്ങോട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഇത്ര വിപുലമായി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഡെവലപ്പാക്കിയത്. നമ്മുടെ ഈ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഈ മട്ടുപ്പാവിൽ ചെയ്യുന്നത്? ഒരുപാട് കൃഷിയുണ്ട്. എന്താ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി എല്ലാം ഉണ്ട്. പച്ചക്കറി മുതൽ എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, കൂടാതെ പച്ചക്കറിയായിട്ട് വഴുതനങ്ങ, പീച്ചിങ്ങ, അങ്ങനെ ഒരുപാട്, വെണ്ടക്ക, പിന്നെ വഴുതനങ്ങ എല്ലാം ഉണ്ട്. പിന്നെ കൃഷികളൊക്കെ ചെയ്യണുണ്ട്. മുകളിൽ മത്തങ്ങ ഉണ്ടായി തുടങ്ങണ് അങ്ങനെ. പിന്നെ പാഷൻ ഫ്രൂട്ട് അങ്ങനെ. ചേട്ടൻ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് താല്പര്യം വന്നത്? ചെറുപ്പം മുതലേ എനിക്ക് താല്പര്യമുണ്ട്. ഈ ചെറുപ്പം മുതൽ അപ്പൊ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു? വാഴ ഭയങ്കര ഇഷ്ടമായിരുന്നു. വാഴ ഇപ്പൊ ചെറിയ വഴി കൂടെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട്. മുറ്റം ഉണ്ടായിരുന്നു. അന്നേരം വാഴ വെച്ചാണ് തുടങ്ങുന്നത്. പിന്നെ കുഞ്ഞു പേരൊക്കെ പെട്ടെന്ന് കായ്ക്കണ പേരമരം അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. നമ്മുടെ ഈ വീട് എത്ര? 4.5 സെന്റ്. ഈ 4.5 സെന്റ് സ്ഥലത്തില് മട്ടുപ്പാവില് വലിയ രീതിയിലുള്ള കൃഷി, കൂടാതെ താഴെ കൃഷിയുണ്ട്. അപ്പൊ ഈ ചെറിയ സൗകര്യം കൂടി വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ പച്ചക്കറി മാർക്കറ്റ് കൊണ്ട് കൊടുക്കില്ല. മാർക്കറ്റിലൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾ എടുക്കും. പിന്നെ ഇവിടെ അയൽവക്കത്ത് അങ്ങനെയൊക്കെ കൊടുക്കും. സ്വന്തക്കാർ അങ്ങനെയുള്ളവർ ഒക്കെ കൊടുക്കുള്ളൂ. കടകളിൽ കൊടുക്കൽ കുറവാണ്. അതെന്താ ഈ കടകളിൽ കൊടുക്കുന്നത് കുറവായത്? കടകളിൽ അവർ പച്ചക്കറി പുറത്തുനിന്ന് എടുക്കുന്ന ആൾക്കാരല്ലേ. നമ്മുടെ ചെല്ലുമ്പോൾ അവർ എടുത്തു പോയി. അവർ എടുക്കുന്ന കടയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അവർ അവിടെ നിന്ന് തന്നെ എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ പോവാറില്ല. 2-3 കടയിലേക്ക് ചോദിച്ചിട്ട് അവർക്ക് ആവശ്യമില്ല. നമ്മുടെ ഈ പച്ചക്കറീൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ടോ? എങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അയൽപ്പക്കത്ത് മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുക്കാറുള്ളൂ. അയൽപ്പക്കത്ത് കൊടുത്തിട്ട് അവർ കറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പറയാറുണ്ട്. നല്ല അഭിപ്രായം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ അതിന്റെ ഒരു പരിപാലനമൊക്കെ? രാവിലെ വെള്ളം നിറച്ചു കൊടുക്കുക, എങ്ങനെയാ ഇതിന്റെ ഈ ഒരു വളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൃഷിക്ക്. അതെന്താ കൊടുക്കുന്നത്? ഞാൻ അവിടെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ അവര് ഈ വെളുപ്പിനെ അതിന്റെ തൊലിയിട്ടല്ല, ഒരു പഴത്തൊലി എല്ലാം ചായമട്ട്, അത് പിന്നെ ഈ സവാളയുടെ തൊണ്ട് അങ്ങനെയൊക്കെ കൊണ്ട് ചാക്കിലാക്കി അവർ വെച്ചേക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ തന്നെ ഇടണത്. പിന്നെ പുറത്തുനിന്ന് അധികം വളം മേടിക്കൂല. അതായിരിക്കണ മണ്ണുകൾ, ചകിരിച്ചോറ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചാണം പൊളിപ്പിച്ചിട്ട് ഒഴിക്കും. ആട്ടുംകാട്ടം ആട്ടുംകാട്ടമാണ്. നമ്മുടെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ പച്ചക്കറികൾക്ക് വ്യത്യാസം വരാറുണ്ട്. അതായത് ഈ വേനൽക്കാലത്ത് ചില സമയത്ത് പച്ചക്കറികൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? നേരെ ഒന്നും ചെയ്യാറില്ല, ഉള്ളത് തന്നെ. പിന്നെ മെയ് മാസം ആകുമ്പോഴാണ് പിന്നെ നമ്മളത് രണ്ടാമത് കൃഷിയായിട്ട് തുടങ്ങണത്. കാരണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഉള്ള കാരണം വെള്ളത്തിന് അന്നേരം ഒരു കട്ടിപ്പ് വരും. വെള്ളത്തിൻ്റെ കട്ടിപ്പ് വന്നാൽ ഇലയൊക്കെ ഇങ്ങനെ അരി ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം അന്നേരം സ്ലോ ആക്കിയിടും. പിന്നെ ഒന്നും ചെയ്യൂല. പിന്നെ മെയ് മാസം ഈ വിഷു കഴിയുമ്പോൾ മഴ തുടങ്ങുമല്ലോ. മഴയുടെ പയ്യെ ഒരു ആരംഭം വരും. അന്നേരമാണ് പിന്നെ രണ്ടാമത് നട്ട് പൊക്കിയെടുക്കണത്. അപ്പോൾ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമയം എങ്ങനെയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്? വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? അത് ഈ കൃഷി നോക്കിയിട്ട് മാത്രമാണോ? ഇല്ല, ഞാൻ പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ ചെയ്താണ്. 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ ഈ കാലത്തെ എന്നിട്ട് നനക്കുക, ഇങ്ങോട്ട് കയറും, മുകളിലോട്ട് കയറും, ചായ കാപ്പിയും കുടിച്ചിട്ട് മുകളിലോട്ട് കയറും. ഈ മുകളിലോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ? എന്താ തോന്നുക? നമ്മുടെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായി കാണണം. അതാണ് സന്തോഷം. ഒറ്റയ്ക്ക് ഡൊണാൾഡ് ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്? അത് ചേച്ചി വന്ന് സഹായിക്കാറുണ്ടോ? ഇടയ്ക്ക് വന്ന് സഹായിക്കും. ചേച്ചിയാണ് അതിന് നേരത്തെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചേട്ടന് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം? അതാണ് ഇഷ്ടം. നമ്മളങ്ങനെ ആരെയും പെട്ടെന്ന് അടുപ്പിക്കില്ല. ഞാൻ ഇപ്പം തന്നെ പച്ചമുളക് കിളിയത് ശരിയാ, ഞാൻ കിള്ളാറില്ല, എല്ലാം എടുത്തുകൊണ്ട് തരുള്ളൂ. എന്ത് വേണമെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നൊട്ടി അല്ലെ കത്തി കൊണ്ടുവന്ന ഇത് മുറിച്ച് തരും. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ആരും അങ്ങനെ ചെല്ലുന്നത് അത്ര ഇഷ്ടമില്ല.
ഇത് നമ്മുടെ സാമ്രാജ്യമാണ്, ആ സാമ്രാജ്യത്തിൽ വേറെ ആരും കടക്കാൻ പാടില്ല എന്നാണ്. അല്ല, അതല്ല, ഇവര് എടുക്കുമ്പോൾ ഇവര് ഇലയും ആ പൂവൊക്കെ തോണ്ടി കളയും. അപ്പോൾ പിന്നെ അത് കളയെല്ലാം നിർത്തിട്ടുണ്ട്. ഇവര് എടുക്കുമ്പോൾ എല്ലാം കൂടി കുറച്ചെടുക്കും. അപ്പോൾ പൂവ് ഒരുപാട് പൂവുകളാണ്, പൂവൊക്കെ നശിക്കും. അതുകൊണ്ട് എടുപ്പിക്കില്ല. ഇപ്പൊ തൊടിക്കൂല, ആരും തൊടിക്കൂല. മറ്റൊന്ന്, ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയൊക്കെ കണ്ടിരുന്നു, അതൊക്കെ കായ്ക്കാനായോ? കായ്ച്ച് ഇഷ്ടം ഉണ്ടായതാണ്. അത് കഴിഞ്ഞതാണ്. ഈ അയലത്ത് മുഴുവനും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അയലത്ത് അനിയന്മാർക്ക് എൻ്റെ 2 അനിയന്മാരുണ്ട്, അവരുടെ വീട്ടിൽ കൊടുത്ത്. പിന്നെ ഇയാളുടെ അനിയത്തിമാർ ഒക്കെ എല്ലാവരും കൊടുത്താണ്. 2 മരമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കായ്ക്കാൻ ആകണുള്ളൂ, സമയമാകണുള്ളൂ. ഏപ്രിലാകണം തുടങ്ങണമെങ്കിൽ, പൂവിടണമെങ്കിൽ. ഈ പുതിയ തലമുറ കൃഷിയിലേക്കൊന്നും അധികം ഇറങ്ങാറില്ല. അപ്പോൾ ഈ കൂടുതൽ സ്ഥലം ഉണ്ടായിട്ടും അവരിറങ്ങാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ 4.5 സെൻറ്റ് സ്ഥലത്തിൽ ഈ മട്ടുപ്പാവിലും പുറത്തൊക്കെ ആയിട്ട് കൃഷി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? നല്ല പുതിയ തിരിഞ്ഞു കൂടി നോക്കില്ല. പിന്നെ വെച്ചാൽ അതുങ്ങ കണ്ട ഭാഗം ഉണ്ടാവില്ല, സമയമില്ല, കണ്ട ഭാഗം കൂടി കാണിക്കൂല. അവർ രാവിലെ പോയാൽ രാത്രി വന്ന ആൾക്കാരല്ലേ. രാവിലെ 7:45 വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ രാത്രി 9 മണി 10 മണി. അവർക്ക് എവിടെയാണ് സമയം? പിന്നെ കിട്ടണ ദിവസം ഉറങ്ങാനും അവരുടേതായ ആവശ്യങ്ങൾക്കെല്ലാം. അത്ര ഈ കൃഷിയിലേക്ക് വരണമെന്ന് അവരോട് എന്താ കിട്ടണ സമയങ്ങളിൽ അവരവർക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ചെറുത്, ഒരു പച്ചമുളക, ഒരു വേപ്പില എന്തെങ്കിലുമൊക്കെ നട്ട് പരിപാലിച്ചാൽ അത്രയും നല്ലത്. ചേട്ടൻ എന്താ പറയാനുള്ളത്? അവര് വരൂലല്ല, വിളിച്ചാലും വരില്ല, നോക്കൂല. അവർക്ക് അവരുടെ സമയം ഉണ്ടാവില്ല. ഞാൻ പിന്നെ നമ്മുടെ എല്ലാ കാലത്തോളം നടുക എന്നുള്ളതാണ്. കൃഷി ചെയ്യാൻ ഒരുപാട് സ്ഥലത്തിന്റെ ആവശ്യമില്ല, കുറച്ച് സമയമുണ്ടായാൽ മതി. അത് തെളിയിക്കുന്നതാണ് ഡൊണാൾഡ് ചേട്ടന്റെ ഈ മട്ടുപ്പാവിലെ കൃഷിത്തോട്ടം. ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.